peanut butter, a healthy source of protein. ഇടയ്ക്ക് ഒരു മൂന്ന് തമിഴ് സിനിമ അതെ, അത് മൂന്നല്ല നാലെണ്ണം ചെയ്തു. ആദ്യത്തത് ആദ്യം ചെയ്തത് കനകവേൽ കാക്ക എന്ന് പറഞ്ഞിട്ട് മറ്റേ മാസ്റ്റർ രഘു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പടം. പുനർശങ്കറാണ്. അത് താരാൻ്റെ ത്യാഗരാജന്റെ അദ്ദേഹത്തിന്റെ തന്നെയാണ് മാമ്പട്ടിയാർ എന്ന് പറയുന്നത്. അടുത്ത പടവും അങ്ങനെ ചെയ്തു. പിന്നെ മൂന്നാമത്തെ പടവും അദ്ദേഹത്തിൻ്റെയാണ് അല്ലേ, സാഹസം അല്ലേ? അതെ, 3 സിനിമകൾ അടുപ്പിച്ചു. ഒരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞു. ഇപ്പോൾ താരാ സാറിനെ പോലെയുള്ള അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് നമ്മൾ ഷാജികുമാറിനെ കണ്ടത്? അല്ല, അതിനകത്ത് ഒത്തിരി CG യും കാര്യങ്ങളും ഇതുള്ളത് കൊണ്ട് നമ്മൾ CG വർക്ക് ചെയ്യുന്നതെന്ന് പ്രസാദും അങ്ങനെയുള്ള മെയിൻ ഫ്രെയിം ഫോക്കസ് അങ്ങനെയാണ്. അപ്പോൾ അവർ അങ്ങനെ എന്നെ അറിയില്ല. അപ്പോൾ അവരിങ്ങനെ ഇത്തരം എക്സ്പീരിയൻസ് ഉള്ള ക്യാമറാമാൻ അല്ലെങ്കിൽ CG അറിയുന്ന ആരെയാണെന്ന് കുറഞ്ഞൊരു എൻക്വയറി നടത്തി. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് പോയ പേരാണ് എൻ്റെ ഈ എഫക്ട്സുകളിൽ നിന്ന് പോകുന്ന പേരുകളാണ് ശരിക്കും എഫക്ട്സിൽ നിന്ന്. അപ്പോൾ നമ്മൾ അവരെ വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഉടനെ എന്നെ വരുത്തി നമ്മൾ പോയി കണ്ടു. ഒരു സെറ്റുകാരൻ മുത്തുരാജായിരുന്നു ആർട്ട്. അപ്പോൾ മുത്തും പറഞ്ഞു ഷാജി വരുത്തി നന്നായിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ സിനിമ ഏതാണ്ട് 1 വർഷം ഷൂട്ട് ചെയ്തത്. ഈ CG ചെയ്യുക, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കുട്ടികൾക്ക് പോലും അത് വളരെ വളരെ അറിവുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളൊരു CG എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ കുന്നിക്കൂവും, കമ്പാരിഷൻ വരും. അപ്പം ഇത് ഏറ്റവും ജെന്യൂനായിട്ട് ഇതിനെ സമീപിക്കാൻ എങ്ങനെയാണ് ഷാജി കഴിയുന്നത്? അല്ല, നമ്മളത് ഒന്നാമത്തെ കാര്യം ബഡ്ജറ്റ്. അതിനകത്ത് ടൈം, ബഡ്ജറ്റ്, ഈ രണ്ടിനെയും ആശ്രയിച്ചാണ് ഒരു CG നന്നാവോ ചീത്തയാവോ എന്ന് നമുക്കറിയാം. ടൈം കൊടുക്കണം ഏത് വർക്കിനായാലും, പിന്നെ അതിനനുസരിച്ച് സ്പെൻഡും ചെയ്യണം. മലയാളത്തെ സംബന്ധിച്ചോളം റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഇത്ര ദിവസം കൊണ്ട് CG എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ടച്ചപ്പ് റോപ്പ് റിമൂവിങ്ങും അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിമൂവിങ് അല്ല ഉദ്ദേശിക്കുന്നത്, പ്രോപ്പർ CG 3D അനിമേഷൻ ആയാലും എന്തായാലും അതിന് ഒരു ടൈം വേണം. ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ ആ ടൈം കൊടുത്ത് ചെയ്യിച്ചല്ല. ക്വാളിറ്റി ലോസ് ആവണതിൻ്റെ മെയിൻ റീസൺ ടൈം കിട്ടാണ്ടാവുമ്പോഴാണ്. പിന്നെ അവർക്ക് ഫണ്ട്, നല്ല ടെക്നീഷ്യൻ വെച്ച് ജോലി ചെയ്യണമെങ്കിൽ നല്ല ഫണ്ട് കൊടുക്കണം, നല്ല പൈസ കൊടുത്താലേ അവർ വരുള്ളൂ. അപ്പോൾ നമ്മൾ പകുതി അറിയാവുന്ന, ഇപ്പോൾ നമ്മളിപ്പോൾ വീട് പണിയാൻ മേസനെ കൊണ്ടുവരും, അവൻ കൊത്തൻ എന്ന് പറയുന്നത് പകുതി ആളാണല്ലോ അല്ലേ. പകുതി മെക്കാടിയിൽ നിന്ന് പോകുന്നവൻ എന്തായാലും അവന് ഫിനിഷിങ് വരണമെങ്കിൽ പിന്നെയും കുറേ വർഷങ്ങളെടുക്കും എന്ന് പറഞ്ഞ കാര്യമാണ്. ഈ CGയിൽ വരണവൻ അതിന് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അവനിത് എടുക്കാൻ സമയവും കൂടുതലെടുക്കും, പെർഫെക്ഷൻ വരെയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൂപ്പിനെ കണ്ടെത്തുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള സാധനം. നമ്മുടെ ബഡ്ജറ്റിൽ ചേരണം, അതിനൊപ്പം തന്നെ അവരായിട്ട് പോരാടി ചിലപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് വരില്ല. അത് ഫൈനൽ ഔട്ട് നമുക്ക് എന്താ വേണ്ടതെന്നുള്ള ധാരണയുണ്ടെങ്കിൽ നമുക്ക്, അതല്ല നമുക്കിപ്പോൾ പുറത്തെവിടെയും കൊടുത്ത് ചെയ്യിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്, നമുക്കൊരു ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. നമുക്ക് പിന്നെ നമ്മളതിൻ്റെ പുറകിൽ നടക്കുന്നത് കുറച്ച് മതി, മറ്റു കൂടുതൽ നടക്കണം. സാങ്കേതിക വിദ്യകളെല്ലാം കൂടുകയാണ്. അതെ, ഭയങ്കര അഡ്വാൻസ് ഫിലിമിൽ നിന്ന് ഇതിലേക്ക് ഡിജിറ്റലിലേക്കൊക്കെ വരുമെന്ന്. ഇതൊരു സിനിമാറ്റോഗ്രാഫർ ജോലി കുറയ്ക്കുകയാണോ കൂട്ടുകയാണോ ചെയ്യുന്നത്? സിനിമാറ്റോഗ്രാഫർ ജോലി ഒരിക്കലും കുറയുന്നില്ല. ഡിജിറ്റൽ വന്ന സമയത്ത് കുറേ പേര് വിചാരിച്ചു ഡിജിറ്റൽ ഇങ്ങനെ നിൽക്കില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ. എനിക്ക് പല സുഹൃത്തുക്കളും മറ്റേ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ ഫിലിം മാറി ഡിജിറ്റൽ വന്നു, ചിപ്പ് വന്നു എന്നൊക്കെ പറയുമ്പോൾ അവരാദ്യം പറഞ്ഞ് ഇതൊന്നും ഒരിക്കലും നിൽക്കില്ല. അവർ പഠിക്കാൻ നോക്കിയില്ല. നമ്മൾക്കുള്ളൊരു ഏറ്റവും വലിയ പ്രശ്നം പുതിയത് വന്നാൽ പഠിക്കാൻ നോക്കാമല്ല, ഇപ്പോൾ ഒരു സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ശരവണ ജുവൽസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഇതൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു 14 വയസ്സ് 15 വയസ്സുള്ള പിള്ളേരാണ് ചെയ്യുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇതൊക്കെ. കുറേ അക്കൗണ്ടൻ്റ് പോലെ ഇരുന്ന ആൾക്കാർ കുറേ പ്രാവശ്യം ടാലി ചെയ്തു, അതിൻ്റെ ഇതൊക്കെ നോക്കി, അതിൻ്റെ മേക്കിംഗ് ചാർജൊക്കെ നോക്കി, അങ്ങനെയൊക്കെ അടിച്ചു തരുന്ന സ്ഥലത്തു നിന്നാണ് ഇങ്ങനെ ആൾക്കാരായി മാറിയത്. അപ്പോൾ അത് വളരെ ഈസി. അവർ കൊച്ചിലേ മുതൽ ഹാൻഡിൽ ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് അവർ ജനിച്ചു വീഴുമ്പോൾ കിട്ടുന്ന ഒരു ഫെസിലിറ്റി അത്. മറ്റവൻ വന്നതിന് ശേഷം കുറേ പയറ്റിയതിന് ശേഷം പഠിക്കുന്ന കാര്യമാണ്. അതിന് എന്തായാലും ഒരു ഡിലേ കിടക്കും. ആ ഡിലേ എപ്പോഴും നമ്മുടെ ഇതിൽ കിടക്കും. അതുകൊണ്ട് ഇത് എന്ന് വരുമോ അന്ന് പഠിക്കാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒന്നിനും തഴയണ്ട. അല്ല, നമ്മളൊരിക്കലും ഒന്നും തഴയാൻ പറ്റില്ല. ഇപ്പോൾ AI വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ റൂമിനകത്ത് കയറിയിരിക്കുമോ? ഇല്ല. AI വന്നാൽ ഞാൻ പറയുന്നത് AI വരുന്നതുകൊണ്ട് എനിക്കിപ്പോൾ 2 മക്കളാണ്. ഈ 2 മക്കളും എന്നോട് കാണിക്കുന്ന അടുപ്പം അല്ലെങ്കിൽ പെരുമാറ്റം ഇതൊക്കെ അവൻ ആർട്ടിഫിഷ്യലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. ഒരു മെഷീൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഒറിജിനൽ മനുഷ്യന് വരണമെങ്കിൽ പോയില്ലേ, നമ്മുടെ ലൈഫ് തീർന്നില്ലേ.
അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോവാതിരിക്കാൻ ഓരോരുത്തരും, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി ഇതാണ്, ഞാൻ ചെയ്യുന്ന സിനിമാഗ്രാഫിയാണ് എന്ന് വെച്ചിട്ട് എനിക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ പാടില്ലാണ്ടില്ല, ഇല്ല. അപ്പോൾ അതുപോലെ എല്ലാത്തിനും അതിൻ്റേതായ ഇത് കണ്ട് നമ്മൾ ചെയ്താൽ നല്ലത്. ഒരു ടെക്നീഷ്യൻ ഒരു ടെക്നിക്കും അവഗണിക്കേണ്ടതല്ല. നല്ലതും ചീത്തയും അതിനകത്ത് നമ്മൾ ചെയ്താലേ കിട്ടുള്ളൂ. നമ്മൾ ബ്ലാങ്കായിട്ട് ഇതൊന്നും വർക്കൗട്ട് ആവില്ല എന്ന് പറയാൻ പാടില്ല. ഞാൻ പറയില്ല, ബാക്കിയുള്ള പറയണത് നമുക്ക് വിലക്കാനും പറ്റില്ല. പക്ഷെ അത് ശരിയുള്ള ഏർപ്പാടല്ല. പല സിനിമാറ്റോഗ്രാഫറും സംവിധായകരാകുകയാണ്. അങ്ങനെ സംവിധാന രംഗത്തേക്ക് സംവിധാനം ഷാജികുമാർ നമുക്ക് കാണാൻ പറ്റുമോ? ഉടനെയല്ലോ വന്നേക്കാം. അതിപ്പോൾ തുടങ്ങി. അല്ല, ഞാൻ പറയുന്നത് എനിക്ക് ആ ഒരു സബ്ജക്റ്റ്, ഈ സബ്ജക്റ്റ് ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ഞാൻ നോക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാൻ അല്ലെങ്കിലും ഞാൻ പറയുന്നത്, ഇപ്പോൾ എനിക്ക് ഞാൻ സിനിമാഗ്രാഫർ ആണെങ്കിലും ശരിക്കും എന്നോട് ഒത്തിരി പിള്ളേർ കഥ പറയാൻ വരാറുണ്ട്. മിക്കവാറും ഞാൻ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 2-3 കാറ്റഗറി ആൾക്കാരുണ്ട്. ഒന്ന് സിനിമ കണ്ടിട്ട് അതിൻ്റെ കുറേ ക്യാരക്ടർ മാറ്റി കൊണ്ടുവരുന്ന ആൾക്കാർ, പുതിയതായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ, വേറെ തോട്ട്സ്, വേറൊരു തലത്തിൽ നിന്ന് ആലോചിക്കുന്ന പിള്ളേർ. അതൊരു പാഷനാണ് അവൻ്റെ, അങ്ങനെയുള്ളവർ. പിന്നെ എക്സ്പീരിയൻസ് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും സിനിമയും കേൾക്കും, അവരെല്ലാവരെയും. ചില ആൾക്കാർ കഥ പറയുന്ന ആൾക്കാരെയും കൊണ്ട് വരാറുണ്ട്. ഇതിങ്ങനെ ഞാൻ പറയും, നിങ്ങളൊന്ന് കേട്ട് നോക്കണം, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കേൾപ്പിക്കാം. അല്ലാതെ വെറുതെ നിങ്ങളുടെ സമയം എൻ്റെ സമയം കളയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നിരാശപ്പെടുത്തില്ല. ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, നിങ്ങൾ എന്നോടല്ല വേറെ ആൾക്കാരോട് ചോദിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അയക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കഥ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും സ്ട്രൈക്ക് ചെയ്യാണ്ടിരിക്കില്ല. അന്ന് സംവിധായകനാവുന്നല്ല, നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഇതിലേക്ക് പോകും. എല്ലാത്തിൻ്റെയും നമ്മളൊരു കാര്യത്തിലേക്ക് എത്തുമ്പോൾ പകുതി വെച്ച് നിർത്താനോ അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിലെത്താതിരിക്കാനോ നോക്കാറില്ല. അതിൻ്റെ മാക്സിമം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഇപ്പോൾ 10 പേരുണ്ടെങ്കിൽ 10-ൽ ഒരാളായിരിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്പർ 1 നമ്പർ 2 എന്നൊന്നും നമുക്കൊരിക്കലും അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല. സ്വപ്നം കാണുമ്പോൾ നമുക്ക് ആർക്കും ടാക്സ് കൊടുക്കണ്ടല്ലോ. ഇപ്പോൾ ഇതിനകത്ത് മമ്മൂട്ടി അഭിനയിക്കണം, മോഹൻലാൽ അഭിനയിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു മോഹങ്ങളൊക്കെ ഉണ്ടോ? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞ അങ്ങനെ ഇന്നാൾ വന്നാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹിക്കുന്നില്ല. അല്ലാതെ ഞാൻ അല്ലാണ്ട് ഇപ്പോൾ ലാൽ സാറിനോട് പറയാണ്, സാർ എനിക്കിങ്ങനെ ഒരു കഥയുണ്ട് എന്ന്, അതല്ല. ഞാനാ പറയുമ്പോൾ സാറിനതിന് ആപ്റ്റായിട്ടുള്ള ഇതാണെന്ന് തോന്നിയാൽ പറയണം. അല്ലാതെ ഞാൻ 10 വർഷത്തിന് ശേഷം ഒരു കഥ ചെയ്യും, ആ കഥയിൽ സാർ അഭിനയിക്കണം എന്ന് പറയില്ല. അതെ, അതാണ് നായകൻ. കഥയ്ക്ക് ഇമ്പോർട്ടൻസ്. അതിന് ഏത് നായകനാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് സംസാരിക്കണം. അതാണ് സംഭവിക്കേണ്ടത്. നമ്മുടെ ഒരു മഹിളാരത്നം എന്ന് പറയുന്ന മാഗസിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന സമയത്ത് ഷാജിയുടെ ഒരു വൈഫിൻ്റെ ഒരു അസുഖം വന്നു, പെട്ടെന്ന് മരിച്ചു. അപ്പോൾ 7 വയസ്സുള്ള 7 വയസ്സേയും ഒരു 13 വയസ്സുള്ള 2 ആൺകുട്ടികൾ. എനിക്കിന്നിപ്പോൾ കണ്ടിട്ട് മനസ്സിലായില്ല, മോനെയൊന്നും വളർന്നു വലുതായി. ഒരു അമ്മയില്ലാതെ അവരെ വളർത്താനെടുക്കുന്ന ഒരു അച്ഛൻ്റെ വേദന എനിക്ക് ഊഹിക്കാം. അല്ലെങ്കിൽ അവരങ്ങനെ വളർത്തുകയാണ്, അമ്മയില്ലാതെയാണ് അവർ ഗ്യാപ്പൊന്നും ഇല്ലാതെ അവരെ നോക്കി എന്ന് ചെയ്തിരിക്കുക. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു കുട്ടികൾ 2 പേരും? ഒരാളിപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, മൂത്താൾ. സൂര്യനും ആര്യനും? അല്ല, ആര്യനും സൂര്യനും. ആര്യനാണ് മൂത്താൾ അല്ലേ? അതെ, ആര്യനാണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ബിടെക് കഴിഞ്ഞു. അദ്ദേഹത്തിന് സിനിമയോട് ചെറിയ താല്പര്യമുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഇങ്ങനെ ചെറിയ സൂചനകൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഒരു ഡിഗ്രി എടുക്കണം, അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സാധനത്തിലേക്ക് പോവാം എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഈ കഴിഞ്ഞ സിനിമ തുടരും തരുണിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാനിനി ഇപ്പോൾ ഇവർക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്തത് ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റും. അല്ലാതെ ഞാൻ എല്ലാവരുടെ അടുത്തും ഇപ്പോൾ സുരേഷ ഇങ്ങനെ ഒരു പടം തുടങ്ങി എൻ്റെ ഇങ്ങനെ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഞാനിതൊരു ശീലിച്ചിട്ടില്ല. നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്, ഇങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ. ഇന്നിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ പലരും അറിഞ്ഞേക്കാം, എന്നാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരില്ല. എന്ന് വെച്ചാൽ ഞാനാരെയും അങ്ങനെ ഒരു ഇതായിട്ട് നോക്കിയേക്കണ ആളല്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലും ആർക്കും വേണിയും ചെല്ലാമല്ലോ. അപ്പോൾ നമുക്കങ്ങനെ പറയാവുന്ന ലിമിറ്റഡ് അല്ലെങ്കിൽ ഇന്ന ഒരു
ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ചൂസ് അവരുടെ പടങ്ങൾ കാണണം. ആ പോണ ഡയറക്ടറെ പടങ്ങൾ കാണാം, അവരെന്താണ് അവർ ഔട്ട്, അത് കണ്ടിട്ട് അവർ ഡിസൈഡ് ചെയ്യണം. ഞാനല്ല പറയണ്ടേ. ഞാനൊരു റെക്കമെൻഡേഷനിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ ഇവരിപ്പോൾ കാര്യങ്ങൾ പഠിക്കില്ല എന്ന് ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ആൾ SRMൽ ബിടെക്കിന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ 13.5 വയസ്സും 6.5 വയസ്സും ഉള്ളവന്മാർ ഇപ്പോൾ അവിടം വരെ എത്തി. അത് അവിടം വരെ എന്ന് വെച്ചാൽ നോർമലി നമ്മളതിനകത്ത് കുറച്ച് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രെയിൻ ഉണ്ടല്ലോ. പിന്നെ വൈഫിൻ്റെ അമ്മയും അച്ഛനും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ഇല്ലെങ്കിലും ഒരു കാര്യങ്ങൾ നടത്തും. അല്ല, വളരെ എനിക്ക് അത്യധികം ആദരം തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇപ്പം ലാൽ സാർ തന്നെ വിളിച്ചിട്ട് മക്കളുടെ കാര്യം അന്വേഷിക്കുന്ന ഒരു പക്ഷേ അവരെ ഈ അമ്മയില്ലാത്ത വേദന അറിയാതെ വളർത്തിയത് കൊണ്ടായിരിക്കാം. ആ അച്ഛൻ്റെ കരുതൽ ഏറ്റവും അവർക്ക് കൊടുത്ത് ഇതുകൊണ്ടായിരിക്കണം, അത് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടായിരിക്കണം. ആ ഒരു അല്ല, സാറ് പലപ്പോഴും ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് കണ്ടിൽ നോക്കിയിട്ട് ഇങ്ങനെ തന്നെ പോകാനാണോ താല്പര്യം എന്ന് ചോദിക്കും. അത് എനിക്കും അതാ ചോദ്യമുണ്ട്, ഇങ്ങനെ തന്നെ പോകാനാണോ താല്പര്യം? അല്ല, അത് ഞാൻ സാറിനോട് പറയും. സാറ് പിന്നെ ഒന്നും ചോദിക്കില്ല, തിരിച്ച് അങ്ങനെയാണ് സാർ, ഓക്കെ എന്ന് പറഞ്ഞ് പോകും. അപ്പോൾ അത് അങ്ങനെ ഒരു ബൈ ദിലീപ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ബൈ എങ്ങനെയാ ഒന്നുമില്ല, ഓക്കെ. ഇത് ഇങ്ങനെ അവർ നമ്മുടെ സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിനകത്ത് ചോദിക്കുന്നതാണല്ലോ. ഒരു ബന്ധത്തിൻ്റെ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ആലോചനയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇതോ എന്നൊക്കെ ചോദിക്കുന്നതാണ്. പക്ഷെ നമുക്കൊരു വാക്കല്ലേ പറയാനുള്ളൂ അവരുടെ അടുത്ത്. നമ്മളിപ്പോൾ ഇത്രയും അവരെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഫ്യൂച്ചറിൽ എന്താണ് ആവേണ്ട, അല്ലെങ്കിൽ നമ്മൾ പകുതി വെച്ച് എൻ്റെ ഒരു ലൈഫാണ് മെയിൻ എന്ന് പറഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഈ സമയത്ത് ഇവിടെ എത്തണമെന്നില്ല. കുട്ടികൾ നിർബന്ധിക്കാറില്ല. അല്ല, അങ്ങനെ ഒരു ടോക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു വിഷയം നമ്മുടെ ഇടയിലേക്ക് വരാറില്ല. അത് നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നത് അവർക്കറിയാം. അപ്പോൾ അതാണ് പോക്ക്. ഇനി അവരിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇനി അവർക്കൊരു പേരെ കണ്ടെത്തും. ചിലപ്പോൾ നമ്മൾ ആലോചിച്ച് വരും. ആ പേരിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെങ്കിലും എന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംസാരം വരാതെ ഒഴിവാക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. നമ്മളൊരു ബാധ്യത ഇന്ന പോലെ ശരിക്കും ഏജ് ആവുമ്പോൾ പുരുഷന്മാർക്കാണ് പ്രശ്നം, സ്ത്രീകൾക്ക് പ്രശ്നമല്ല. സ്ത്രീകൾക്കെന്ന് വെച്ചാൽ അമ്മമാർക്ക് ചെറുപ്പത്തിലെയാണ് അവരുടെ ബുദ്ധിമുട്ട് വരുന്നത്. അത് കഴിഞ്ഞ് അവർക്ക് പ്രായമായി വരുമ്പോഴേക്കും പെൺമക്കളോ അല്ലെങ്കിൽ എങ്ങനെയായാലും ആ മക്കളായാലും അമ്മമാരെ സപ്പോർട്ട് ചെയ്യും ഒരു പരിധി വരെ. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മക്കളുടെ വൈഫ് എന്ന് പറഞ്ഞാൽ വേറൊരു വീട്ടിൽ ജനിച്ചു വളർന്നു വരുന്ന സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്കൊരിക്കലും നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റില്ല, ഒരു സ്ത്രീയെ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ അത് അവരെ തെറ്റല്ല. ഞാൻ പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും മക്കളുടെ കുറവോ അല്ലെങ്കിൽ അതൊന്നുമല്ല. പക്ഷേ നമ്മൾ അവരോട് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങളുടെ ഇത് നോക്കണം കേട്ടോ. അവരായിട്ട് ആർഗ്യൂ ചെയ്യാൻ നിൽക്കരുത്. അവരുടെ ആഗ്രഹങ്ങളിൽ നമ്മളൊരു തടസ്സമായിട്ട് നിൽക്കരുത്. അവർക്ക് ആഗ്രഹം വേണ്ടി ആയിക്കോട്ടെ, നമുക്കൊരു വിരോധമില്ല. പക്ഷേ അവരെ നിർബന്ധിക്കാനോ നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യരുത്. അതൊരു വളരെ ഓപ്പണായിട്ട് പറയണം. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ല ഞാൻ എപ്പോഴും പറയും അവരടുത്ത്. അതൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് വളർത്തണോ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നറിയാൻ പാടാത്തൊരവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പറയുന്നത്. ഏതായാലും ആ തുറന്ന മനസ്സിൻ്റെ ആ ചിന്താഗതിക്കും ആ കരുതലിനും ഒരിക്കൽ കൂടി സല്യൂട്ട്. താങ്ക് യു.